വീട്ടുകാരെല്ലാം വിളിക്ക് ശിവാനി, വിളിക്ക്. ഞാൻ തന്നെ വിളിക്കട്ടെ? വിളിക്കണ്ട അല്ലേ? പറ്റില്ല ശിവാനി, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ദിവസം വിഷമമുണ്ടായിരുന്നു ശിവാനി. ഇത്രയും സുന്ദരിയായ നിന്നെ എനിക്ക് നഷ്ടമായി പോയല്ലോ എന്ന് വിചാരിച്ച്. നീ എന്നോടൊപ്പം ജീവിക്കണമായിരുന്നു. അതിന്റെ ലഹരിക്ക് തന്നെ ഒരു സുഖമുണ്ട്. നിന്റെ അഴകിന്, നിന്റെ ഈ വടിവിന്, നീ അണിഞ്ഞൊരുങ്ങുന്ന രീതിയൊക്കെ കാണുമ്പോ എത്രമാത്രം അതെന്നെ മത്തുപിടിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കുന്നു. അത്രയ്ക്കൊന്നും ദേഷ്യം വേണ്ട ശിവാനി. നീ എന്നോട് വാശി കാണിക്കുമ്പോ ഞാനും തിരിച്ചു വാശി കാണിക്കില്ലേ? ഇവിടെ വെച്ച് നീ അണിഞ്ഞിരിക്കുന്ന ഈ താലി പൊട്ടിച്ച് നിന്റെ താലി ഞാൻ ഇല്ലാതാക്കും. അത് കെട്ടിയവനെ ഞാൻ എന്നേക്കുമായി ഇല്ലാതാക്കും. ഞാൻ നിന്നെ വേദനിപ്പിക്കും തോന്നുന്നുണ്ടോ? നോ ചാൻസ്. നീ ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചെന്ന് പറ. നിന്നെയും കല്യാണം കഴിച്ചൊരു രാജകുമാരിയെ പോലെ എല്ലാവരുടെയും മുന്നിലൂടെ തലയുയർത്തി നടക്കും. ഈ വീട്ടിൽ നിന്നെ റാണി, മഹാറാണിയായി വാഴ്ത്തും ഞാൻ. विनोदिनी नंदनुते गिरिवरविंध्य शिरोधिनि वासिनि विष्णु विलासिनि जिष्णुनुते भगवति हेशिति कंठ कुटुंबिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते Shindai Namaha, Krodha Shamanyai Namaha, Nirmalayai Namaha, Dushkadurayai Namaha, Durlabhayai Namaha, Duryayai Namaha. गजाधिपते रिपुगज गण्ड विधारण चण्ड पराक्रम शुण्ड मृगाधिपते दण्ड निपातित खण्ड विपातित मुण्ड भटाधिपते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते
ഞാൻ സംഹരിക്കേണ്ട ഇച്ഛാധാരി നാഗറാണി ഇത്രയും സുന്ദരിയായിരുന്നു. ദേവലോകത്ത് നിന്നും ഇറങ്ങി വന്ന ഉർവശി, രംഭ, മേനക അവരെക്കാൾ സുന്ദരിയാണിവൾ. ഇവളെ സംഹരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഇവളുടെ സൗന്ദര്യം എനിക്ക് അനുഭവിക്കുക തന്നെ വേണം. ആദ്യം നമ്മൾ നാഗമാണിക്യം എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനുശേഷം ഇച്ഛാധാരി നാഗങ്ങളെ സർവനാശം വരുത്തി ആ നാഗമാണിക്യം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം. എനിക്കെന്തോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇത്തിരി കൂടി എളുപ്പത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. വിശാലി, സമാധാനമായിരിക്കും. ആ ഇച്ഛാധാരി നാഗ എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, അതല്ല, നീ അല്ല, നിങ്ങളെല്ലാരും ഈ ലോകത്തുള്ളവരാണോ അതോ വേറെ ലോകത്തുള്ളവരോ? എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ ഈ ബിഹേവിയർ കാണുമ്പോ മനുഷ്യരാണെന്ന് തോന്നേയില്ല. അതെല്ലാം വിട്ടേക്ക്. ഇന്ന് പൂജയല്ലേ, നാട് മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവിടെയാണെങ്കി എല്ലാരും ഇങ്ങനെ നിക്കുവാണല്ലോ. എന്താ, നിങ്ങള് പൂജയൊന്നും ആഘോഷിക്കാറില്ലേ? ഞങ്ങളും പൂജ ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കാം, ഉറപ്പായിട്ടും ആഘോഷിക്കാം. ചെല്ല്, എല്ലാരും പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അതൊക്കെ പിന്നെയാവാം. നോക്ക്, പിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒന്നിച്ച് പൂജ ആഘോഷിക്കാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. എല്ലാരും പോയി റെഡി ആയിട്ട് വാ. നിങ്ങളും ചെല്ല്, വേഗം റെഡി ആയിട്ട് വാ. അങ്കിൾ, നിങ്ങളും ചെല്ല്, നടക്ക്. ചെല്ല്, വേഗം റെഡി ആയിട്ട് വാ. എത്ര നന്നായിട്ടാ നീ ഡാൻസ് കളിക്കുന്നത്. നിന്റെ ആ ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോ മഹാരാജാവിന്റെ മുന്നിൽ നർത്തകിമാര് ഡാൻസ് കളിക്കില്ലേ, അതുപോലുണ്ടായിരുന്നു. ശിവാനി, ആരെന്തും പറയട്ടെ, സൗന്ദര്യത്തിൽ നിന്നെ വെല്ലാനായിട്ട് മറ്റാരുമില്ല. മാത്രമല്ല, ഞാൻ തന്ന സാരിയിൽ നിന്നെ ഇപ്പൊ കാണാൻ റാണി, മഹാറാണിയെ പോലെ തന്നെ ഉണ്ട്. ത്രിവിക്രം, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. എല്ലാം ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് മറികടന്ന് പിന്നെ സംഭവിക്കുന്നത് വേറെയാ. ഞാൻ വാങ്ങിത്തന്ന സാരിയെ പറ്റി കമന്റ് പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ, നീ തന്ന സാരിയോ? നീ ഇപ്പൊ ഉടുത്തിരിക്കുന്ന ഈ സാരി ഞാൻ വാങ്ങിയതാന്നറിയില്ല. വെറുതെ ഇല്ലാത്തതൊന്നും പറയണ്ട ത്രിവിക്രം. ഈ സാരി തൃശൂൽ എനിക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നതാ. അവന്റെ പ്രണയത്തിന് നിന്റെ പ്രണയത്തിന്റെ മുഖം മൂടി ഇട്ടുകൊടുക്കണ്ട. സത്യം എന്താണെന്ന് വെച്ചാ, എന്റെ പ്രണയത്തിന് അവനാ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നത്. നിനക്കൊരു കാര്യം അറിയോ ശിവാനി? ഈ സാരി സെലക്ട് ചെയ്തതും ഞാനാണ്, പർച്ചേസ് ചെയ്തതും ഞാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ശിവാനി, ഞാൻ ഡയറക്റ്റ് ആയിട്ട് അത് തന്നാ നീ സ്വീകരിക്കില്ലെന്ന്. അതുകൊണ്ടാ തൃശൂലിന്റെ കയ്യിൽ കൊടുത്തയച്ചത്. പക്ഷെ നീയോ തൃശൂലിന്റെ പ്രണയ സമ്മാനമായിട്ട് കരുതി അതണിഞ്ഞു. വേറെ ആർക്കെങ്കിലും കൊണ്ടുവന്നതാണെങ്കിൽ നിന്റെ കയ്യിൽ തരുന്നതിനാ? ഇത് നിനക്ക് തന്നെ ശിവാനി. വീട്ടിൽ നിന്ന് എല്ലാവരും ഷോപ്പിങ്ങിന് പോയപ്പോ നീ അവരുടെ കൂടെ പോയില്ലാന്ന് എനിക്കറിയാം. എന്ന് കരുതി നീ ഒട്ടും ഡള്ളായിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനുവേണ്ടിയാ എന്റെ വക നിനക്കൊരു ചെറിയ ഗിഫ്റ്റ്. ഫൈനലി ശിവാനി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ നടന്നു. ശിവാനി, എനിക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ശിവാനി, നീ ഇതെങ്ങോട്ടാ പോകുന്നേ ശിവാനി?
എന്റെ പ്രണയം ഒന്ന് മനസ്സിലാക്ക. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന ത്രിവിക്രം, പൊയ്ക്കോ പൊയ്ക്കോ. എവിടം വരെ പോവും ശിവാനി? യു നോ വാട്ട്, ദേഷ്യം വരുമ്പോ പിന്നെ സൗന്ദര്യം കൂടുക നിനക്ക്. തൃശൂൽ, തൃശൂൽ എവിടെയാ നീ? ശിവാനി, ഞാൻ ഇവിടെയുണ്ട്. എന്താ, എന്തിനാ ഒച്ച വെക്കുന്നേ? തൃശൂൽ, ഈ സാരി ആരാ വാങ്ങിക്കൊണ്ടുവന്നത്? നീ തന്നെയല്ലേ? ഞാനിത് ഉടുത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വാങ്ങിയതല്ലേ നീ? അത് സത്യം പറ, ഇതാര് വാങ്ങിച്ചതാ? എന്റെ അടുത്തൊന്നും മറിക്കാൻ നോക്കണ്ട. ത്രിവിക്രം വാങ്ങിയത്. ത്രിവിക്രം തന്നതാണോ? എന്നിട്ട് എന്തിനാ നീ വാങ്ങിയതാണെന്ന് പറഞ്ഞു തന്നത്? ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞ? അല്ല, ഈ സാരി നിനക്കാണെന്ന് പറഞ്ഞു തന്നത് ശരിയാ, പക്ഷെ ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞായിരുന്നോ? അപ്പോ ഈ സാരി എന്തിനിങ്ങനെ ചെയ്തത് തൃശൂൽ? മറ്റാരോ വാങ്ങിയ സാരി ഞാൻ ഉടുക്കേണ്ട അവസ്ഥയായല്ലോ. നീ വാങ്ങിയതാണെന്ന് വെച്ചാ ഞാൻ ഇത്രയും സന്തോഷിച്ചത്. എന്നോട് ഒരു വാക്കെങ്കിലും പറയാറുന്നില്ലേ നിനക്ക്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ശിവാൻ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പറ്റിയ നിനക്ക്? അല്ല, ത്രിവിക്രം അറിയാത്ത ആളൊന്നല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ആളല്ലേ. ഈ വീട്ടിലുള്ള ആര് കൊണ്ടുവന്നാലും അത് വാങ്ങി നീ ഇടില്ലേ? പിന്നെ ഇതിലെന്താ പ്രശ്നമുള്ളത്? ഇല്ല തൃശൂൽ, എപ്പോഴും സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ അതൊക്കെ സഹിച്ചേനെ. അത് നേടാനായിട്ട് ഞാൻ പ്രയത്നിച്ചേനെ. എന്നാ നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇപ്പൊ ഈ സാരി ഉടുത്തത് കൊണ്ട് എനിക്ക് ദേഹത്ത് മുള്ളു തറയ്ക്കുന്ന പോലെ തോന്നുന്നേ. വേണ്ട, ഒരു കാരണവശാലും എനിക്ക് ഈ സാരി ആവശ്യമില്ല. ഏയ് ശിവാനി, ശിവാനി, ഇവക്ക് എന്താ പറ്റിയേ? ദാ തൊഴുതോളൂ. നോക്ക്, ഇപ്പോഴായി വീടിന് ഐശ്വര്യം വന്നത്. മുത്തശ്ശി എങ്ങനെ ഈ വീട്ടിലുണ്ടാവണം. പൂജ ആഘോഷിക്കാത്തതിന്റെ പേരിൽ എല്ലാവർക്കും വഴക്ക് കേട്ടനെ. പ്രസാദം എടുത്തോളൂ. പ്രസാദം എങ്ങനെയുണ്ട്? ഞാനാ ഉണ്ടാക്കിയത്. എന്റെ വീട്ടിലെ പ്രസാദം എന്ത് രസമായിരിക്കും അറിയോ? നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. ആ, കറക്റ്റ് ആണല്ലോ. നിങ്ങൾ എപ്പോഴാ എന്റെ വീട്ടിലേക്ക് വരുന്നേ? ഞങ്ങൾ എല്ലാരോ? അയ്യോ, അതെന്താ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്റെ വീട് വലുതാ, നിങ്ങൾക്കെല്ലാം നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. അല്ല, അത് അവള് പറഞ്ഞതിനർത്ഥം അതല്ല. വെറുതെ ഞങ്ങളൊക്കെ എന്തിനാ അജിത്തിനെ കൂട്ടിക്കൊണ്ടുപോകും? ഞാനോ? നിങ്ങൾ നാളെ എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. അത്രേ ഉള്ളൂ. ശരി, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അങ്കിൾ, പോയിട്ട് വരാവേ. ബൈ. കൊള്ളാലോ ചേട്ടാ, കാര്യങ്ങള് വിചാരിച്ച പോലെ നടക്കുന്നല്ലോ. ഇവൾ കൊച്ചു മുതലാളിയായി അടുക്കും തോറും നമ്മളപ്പോൾ ആദിശേഷന്റെയും നാഗറാണിയുടെയും അടുക്കലേക്കെത്തും. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ആ വീട്ടിലേക്ക് കയറിയേ പറ്റൂ. അജിത്തിന്റെ ഈ വേഗത കാണുമ്പോ ആ ദിവസത്തിനധികം ദൂരമില്ലെന്ന് തോന്നുന്നു. അച്ഛാ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നിങ്ങൾ എല്ലാരും എന്നെ നിർബന്ധിക്കുകയാണല്ലോ. ഈ കഷ്ടമുള്ള ജോലി നിന്നെ ഏൽപ്പിച്ചത് അത് നീ സാധിച്ചു കാണിക്കുവാൻ വേണ്ടിയാണ്. നീ അത് സാധിച്ചെടുത്തേ മതിയാവൂ അജിത്തെ. നിനക്ക് വേറൊരു വഴിയുമില്ല. ശിവാനി, നീ ഇതെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇതൊട്ടും ശരിയല്ല. എന്തിനാ ശിവാനി ഇത്ര ഓവറായിട്ട് ഡ്രാമ കാണിക്കുന്ന? അതിന്റെ ആവശ്യം എന്താ? നിനക്കിതൊന്നും മനസ്സിലാവില്ല. എനിക്ക് എന്ത് മനസ്സിലാവില്ലെന്നാ?
അല്ല, അവൻ കൊണ്ടുവന്ന സാരി ഉടുക്കാൻ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടാവാത്തത്? ഇതിന്റെ നിറം ഇഷ്ടായില്ലേ? പറ. അവന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടായില്ല. പെരുമാറ്റോ? നീ ഇത് എന്തൊക്കെ പറയുന്ന ശിവാനി?